السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد. الله أكبر 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 ولله الحمد. എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഒരായിരം ബലിപെരുന്നാൾ ആശംസകൾ അറിയിക്കുന്നു. ബലിപെരുന്നാൾ സന്ദേശം എന്നുള്ളത് നമുക്കറിയാം. അള്ളാഹുവിൽ സർവസ്വവും സമർപ്പിക്കാൻ തയ്യാറായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും പ്രിയപത്നി ഹാജറ റളിയല്ലാഹു അൻഹയെയും ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും ഒക്കെ പ്രത്യേകം ഓർക്കുന്ന സ്മരിക്കുന്ന അവരുടെ ഓർമ്മകൾ അഴവിറക്കുന്ന പ്രധാനപ്പെട്ട ദിവസമാണ് ബലിപെരുന്നാൾ ദിവസം. ബലി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കതിൽ നിന്നും പ്രത്യേകം അത് ഊഹിക്കാവുന്നതേയുള്ളൂ. അള്ളാഹുവിന് വേണ്ടി സ്വന്തം മകനെ ബലിയർപ്പിക്കാൻ തയ്യാറായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ മുമ്പിൽ സ്വന്തം കുടുംബം, സ്വന്തം മക്കൾ ഒന്നുമല്ല, മറിച്ച് അള്ളാഹുവാണ് എനിക്ക് ഏറ്റവും വലുത്, അവൻ്റെ ആജ്ഞ എന്താണെങ്കിലും അതങ്ങനെ തന്നെ സ്വീകരിക്കുക എന്നുള്ളതായിരുന്നു ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ രീതി. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനവറുകളെ ലോകം മുഴുവനും അംഗീകരിക്കുന്ന, എല്ലാവരും പുകഴ്ത്തി പറയുന്ന ഒരു മഹൽ വ്യക്തിത്വത്തിൻ്റെ ഉടമയാക്കി തീർത്തത് വിശുദ്ധ ഖുർആൻ തന്നെയും നമ്മോട് പറയുന്നുണ്ട്. ജൂതന്മാരും ക്രൈസ്തരും ഒക്കെയും ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അംഗീകരിക്കുകയും ബഹുമാനാദരവോടുകൂടെയായിരുന്നു അവർ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കണ്ടിരുന്നത്. അബ്രഹാം പിതാവ് എന്ന പേരിലാണ് ക്രൈസ്തവ സഹോദരങ്ങൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അഭിസംബോധന ചെയ്യുന്നതെന്ന് നമുക്കൊക്കെ എപ്പോഴും കേൾക്കാൻ കഴിയുന്ന ഒന്നാണ്. ചുരുക്കത്തിൽ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ ആജ്ഞകൾക്ക് ഒരു എതിരും പറയാതെ പ്രവർത്തിക്കാതെ സർവസ്വവും അല്ലാഹുവിൽ സമർപ്പിച്ചുള്ള ജീവിതമായിരുന്നു നമുക്കത് കാണാൻ സാധിക്കും. വളരെയധികം ക്ഷമയോടുകൂടെ അള്ളാഹുവിൻ്റെ ആജ്ഞകളെ അദ്ദേഹം നേരിട്ടത് കൊണ്ട് തന്നെ പിൽക്കാലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനവറുകളെ വലിയ ഉന്നത സ്ഥാനം നൽകി ഖലീലുല്ലാഹി എന്ന പേര് നൽകി ആദരിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും കുടുംബത്തിൻ്റെയും ജീവിതം നാം വ്യക്തമായി പഠിച്ച് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിലേക്ക് അത് പകർത്തിയെടുത്ത് അള്ളാഹുവിൻ്റെ പ്രീതിയും അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രതിഫലവും നേടിയെടുക്കാൻ നമുക്ക് സാധ്യമാകണം. അതിനായിരിക്കണം നമ്മുടെ ബലിപെരുന്നാൾ നാം കൊണ്ടാടേണ്ടത്. ഒരിക്കലും ആരോടും വിദ്വേഷമോ വൈരാഗ്യമോ വെറുപ്പോ മനസ്സിൽ കൊണ്ട് നടക്കാതെ എല്ലാവരോടും വിട്ടുവീഴ്ച ചെയ്യാനുള്ള വിശാലമായൊരു മനസ്സ് നമുക്കുണ്ടാവണം. നമ്മുടെ കുടുംബത്തോട്, അയൽവാസികളോട്, കൂട്ടുകാരോട്, അങ്ങനെ ആരൊക്കെയുമായി നാം ബന്ധപ്പെടുന്നുവോ അവരോടെല്ലാം നല്ല നിലക്കുള്ള സൗഹാർദ്ദത്തോടുകൂടെ പെരുമാറാൻ നമുക്ക് സാധ്യമാവണം. അത് നല്ല ക്ഷമയും സഹനശക്തിയും വേണം. അതാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും കുടുംബത്തിൻ്റെയും പാഠം നമുക്ക് പഠിക്കാനുള്ളത്. ബലിപെരുന്നാൾ ദിവസം വിശുദ്ധ ഇസ്ലാം നമുക്ക് അംഗീകരിച്ചു എന്ന രൂപത്തിലുള്ള അല്പമൊക്കെ ചെറിയ കളി തമാശകളും അതുപോലെ ദഫ് മുട്ടിക്കൊണ്ടുള്ള പൂർവിക മഹത്തുക്കളുടെയൊക്കെ മദ്ഹുകൾ പാടിയും പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു രീതിയൊക്കെ സ്വീകരിക്കുന്നതിന് ഇസ്ലാം ഒരിക്കലും എതിരല്ല. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വീട്ടിൽ കിടന്നുറങ്ങുമ്പോൾ രണ്ട് പെൺകുട്ടികൾ അവിടെ വെച്ചുകൊണ്ട് പൂർവികരുടെ മദ്ഹുകൾ പാടുന്ന അവസ്ഥയിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടെ കടന്നു വരുന്നു. ഇത് കേട്ട മാത്രം മഹാനവറുകൾ ആ കുട്ടികളുടെ ദേഷ്യം പിടിച്ചപ്പോൾ മുത്തുനബി തങ്ങൾ പറഞ്ഞു, സിദ്ദീഖ്, ഇന്ന് പെരുന്നാൾ ദിവസമല്ലേ, കുട്ടികൾ അല്പമൊക്കെ കളിക്കട്ടെ, അവർ പാട്ട് പാടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് സമ്മതം കൊടുത്തതായി ഹദീസുകൾ കാണാൻ കഴിയും. വലിയ പെരുന്നാൾ ദിവസത്തിൽ ധാരാളം സുന്നത്തുകൾ നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാം, ബലിപെരുന്നാൾ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് പോകുമ്പോൾ ഭക്ഷണം കഴിക്കാതെ പോകലാണ് സുന്നത്ത്. അതുതന്നെ പോകുമ്പോൾ ഒരു വഴിയും മടങ്ങി വരുമ്പോൾ മറ്റൊരു വഴിയും സ്വീകരിക്കൽ സുന്നത്തുണ്ട്. സദഖകൾ ചെയ്യുക, അതുപോലെ തന്നെ ധാരാളം പ്രാർത്ഥനകൾ മുഴുകുക, കഴിയുന്നവരൊക്കെ ഉദ്ഹിയ്യത്ത് കർമ്മം നടത്തുക, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ധാരാളം സുന്നത്തുകൾ നമ്മെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇവകളെല്ലാം കൃത്യമായി കഴിയുന്ന പരമാവധി നാം പാലിക്കലോടൊപ്പം തന്നെ ഇന്നത്തെ ദിവസം ധാരാളമായി സൽക്കർമ്മങ്ങൾ ചെയ്യാൻ, ദാനധർമ്മങ്ങൾ ചെയ്യാൻ, പ്രാർത്ഥനകൾ മുഴുകാൻ നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിച്ചാൽ നമുക്ക് വലിയ വിജയം കൈവരിക്കാൻ സാധിക്കും. അർഹമുർ റഹീമായ റബ്ബ് നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.